അത് തൂക്കിയിട്ട് പിടിക്കും മിക്കവാറും ഞാൻ. ആയി നല്ലൊരു ബ്രാലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രാല് നല്ല കരിവീട്ടി ബ്രാലടാ. ജിമിക്ക് നല്ലൊരു ബ്രാൽ. ടാറ്റാ. ജിമേ അങ്ങനെ ഒരു ബ്രാലിനെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ബ്രാല്, കുഴപ്പമില്ല, തെറ്റില്ലാത്ത ഒരു മീഡിയം ടൈപ്പ്. ആ അടിപൊളിയൊരു ബ്രാലിനെ കിട്ടിയിട്ടാ. നല്ല ചങ്കം ജംബ്രൂട്ടൻ ബ്രാലുണ്ടാ. അത്യാവശ്യമുണ്ട്, ഒരുപാടല്ലേനും. പുല്ലൊക്കെ ആയിരുന്നു, ലോഡായിരുന്നു. ഓ ഇതുള്ളൂ ഉണ്ട്. ഇതൊന്നും അല്ലാതെ പറഞ്ഞ പോയത്. കുഴിയാണെന്ന് സംശയമുണ്ട്. ഇവിടെ ഡാം മുഴുവൻ അയ്യടാ എന്താ ബ്രാല്. ഛേ ചൂണ്ട ചാടിപ്പോയിടേ, ചൂണ്ട ചാടിപ്പോയത് എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയി. കൈ പിടിച്ചേണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നല്ലൊരു ബ്രാലിനെ, ഹെവി എന്നല്ല, ഒരു മീഡിയം ടൈപ്പ് ബ്രാലിനെ കിട്ടിയിട്ടാ. മൂന്നാമത്തെ ബ്രാലാണ് കേട്ടോ. ഏത് സീനാ. ഇന്നേ കൊല്ലിരുതോ, വാ അടുത്ത് വരട്ടെ. വാ, അടിപൊളി ഏരിയ ഉണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറം കിടന്ന നോക്കി. നല്ല കാറ്റാണ് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാട്ടോ, നമ്മൾ ഓപ്പോസിറ്റ് കാറ്റ് വന്നാണ് അടിച്ചാൽ കേട്ടോ. കുഴപ്പമില്ല, നാലാമത്തെ മീനാണ് കയറിയത് കേട്ടോ. കുഴപ്പമില്ല, അത് സെറ്റില്ലാത്ത ബ്രാലാട്ടോ. അതോ
ഇവിടെ വെച്ച് പയ്യൊന്ന് ലോക്ക് അയഞ്ഞുമായിരുന്നു. പാൻറ്റൊക്കെ നനഞ്ഞു, മുട്ടുകുത്തിന്നാ. കയ്യിലെ ലോക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി. ഓക്കെ, നാലാമത്തെ ബ്രാഗ് കഴിഞ്ഞു കേട്ടോ. അഞ്ചാമത്തെ ബ്രാല് പോയി. അവിടെ ബ്രാലിൻ്റെ ഇഷ്ടം പോലെ എന്താ നമ്മൾ പുതിയ സ്ഥലം കണ്ടുപിടിച്ച എങ്ങനെയാ? എങ്ങനെയുണ്ട്? ഓപ്പോസിറ്റ് കാറ്റായതുകൊണ്ടും ഭയങ്കര പ്രശ്നത്തിലാണ് കേട്ടോ. പിന്നെ കുറാഡോയ അതിൻ്റെ പേരിൽ കുറേയൊക്കെ തരണം ചെയ്ത് അങ്ങോട്ട് പോകണം. അതുകൊണ്ടാണ് മീനിനെ കിട്ടിയത് അവിടെ നിന്ന്. ബാക്ക്ലാഷ് ഒരുപാട് കിട്ടാത്ത രീതിയിൽ എന്തൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ വന്നുള്ളൂ. എന്താ അങ്ങനെ? അടിപൊളി ബ്രാൽട്ടാ. പോയാ പോയാ പോയിടാ പോയിടാ. ശേ, അനങ്ങൂലീ. ശേ, ശേടാ. ബ്രാലുകളുടെ രക്ഷകനാണ് കേട്ടോ പുല്ല്. അവനപ്പോൾ പോയി. പുല്ല് ബ്രാലും ചേർന്നൊക്കെ രക്ഷകനാണ്. അവൻ നേരെ കൊണ്ട് കുത്തും അതിലേക്ക്. അടിപൊളി ബ്രാല്. അഞ്ചാമത്തേടാ, അഞ്ചാമത്തെ അല്ലേ? നല്ല ബ്രാല്, മരയിപ്പ് ബ്രാല്. വെള്ളത്തിലുള്ള ടാസ്കി ഗെയിമാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും അവൻ വീട് വിട്ട് പോകാം, അല്ല കൂട് വിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റും. വീട് വിട്ട് അല്ല കാട് വിട്ട് അവൻ്റെ നാട്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. വിഡിച്ചില്ല ബ്രാൽട്ടോ. പണിയെടുത്താൽ മോനെ കാര്യങ്ങൾ നടക്കും കേട്ടോ. ചവിട്ടുന്നേ താഴ്ന്നു പേടിയാവും. ഇവിടെ മീനായിരുന്നു.
തൊട്ടടുത്ത്. എന്താ അവസ്ഥയാവുക. വീണ്ടും നമ്മൾ ഒരു ചപ്പും കാടും പടലയുടെ ഉള്ളിലേക്ക് കയറാണ്. റിസ്ക്കാണ്. വലിയ പുല്ലുകൾ. അപ്പോൾ ഇപ്പോൾ താഴത്തേക്ക് പോയാൽ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ മീൻ ഉണ്ടാവും. പക്ഷെ എങ്ങനെ ഇത്രയും പുൽമേടുകൾ ചാണ്ടി പോകും? ചെറിയ പേടിയുണ്ട്. കൈ തരാൻ ആരുമില്ലാന്നേ അടുത്ത്. ഹലോ മാറി കോപ്പ് പേടിയായിട്ടാണ് നിൽക്കുന്നത്. വേണ്ട, ഇത്രയും ടാങ്ക് പോയിന്റ് വന്നിട്ട് ഇത്രയും ബേക്ക് കഴിക്കിട്ട് മീനിനെ കിട്ടിയില്ല. ഇനി ഒരുപാട് ശ്രമിക്കാൻ നിൽക്കണ്ട. അവിടെ നിൽക്കാനേ അവിടെ ചുവടുകൾ വെക്കാനും പേടിയായിട്ടുമല്ല. ആരുമില്ല കൈ തരാൻ. ചിലപ്പോൾ കുഴിയിലേക്ക് ഒറ്റ പോക്കും. ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്. ആരും അപ്പോൾ ഇത് ഫോളോ ചെയ്യാമോ കേട്ടോ. ഇതൊന്നും ഫോളോ ചെയ്യണ്ട. നമുക്കൊരു ചെറിയൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോയിന്ന് പുറത്ത് വിശ്വാസത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പോയതാണ്. അപ്പോൾ ഇങ്ങനെ പരിചയമില്ലാത്ത സ്ഥലങ്ങളൊന്നും ആരും പോകാതിരിക്കുക പരമാവധി. ഓ പൊളി ബ്രാല്. പോവാതെ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷ കിട്ടും. അത്ര ലോങ്ങിയതായതുകൊണ്ട് പുല്ലുകളൊക്കെ താണ്ടി ആദ്യം ഒരു ബ്രാല് വന്നു. ആ സ്ഥലത്ത് നിന്ന് തന്നെ അടുത്തതിനെ പൊക്കിയതാണ്. വലിയ തെറ്റില്ലാത്ത ബ്രാലാ. തെറ്റില്ല. നമുക്കൊരു മണ്ടത്തരം പറ്റിയാലും കേട്ടാ. വലിയ തെറ്റില്ല. നമുക്കൊരു മണ്ടത്തരം പറ്റിയായിരുന്നതാ. കൊല്ലി അവിടെ തന്നെ വീണ്ടും വെച്ചു. ഷിറ്റ്. പൊട്ടനാണോ നീ? പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ 6-മത്തെയാണോ 7-മത്തെയാണോ എന്തോ ഒരു ബ്രാല് മറന്നുപോയി. സോറി, 6-മത്തെ ബ്രാല്. സാറ് പറ മീനായിട്ടാ. അതെ പോളിപ്പൻ ബ്രാല്. നല്ല രസമാണ്. ആ ഡോങ്ങിന്ന് അടിച്ചു കയറ്റാൻ. അല്ല ഫൈറ്റ് ഉണ്ടല്ല. അവൻ കുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വെള്ളം കുറവാന്ന് തോന്നേ. കുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ കുത്തി അത് എടുത്തിട്ടൊരു മറിച്ചോറ്. നല്ല ഫ്രോഗ് അല്ല, നല്ല അല്ല ഫ്രോഗിൻ്റെ കേസ് പറഞ്ഞില്ലല്ലോ. ഫ്രോഗിലാണ് തന്നെ കേട്ടാ. നമ്മുടെ ലാർക്കിൻ്റെ ജംബ്രൂട്ടൻ, ലാർക്കിൻ്റെ ഗോസ്റ്റ് എന്ന് പറയുന്ന ഫ്രോഗാണ് കേട്ടോ. എല്ലാത്തിനെയും പറപ്പനടിച്ച് ആരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ചേട്ടാ ഈ ഗോസ്റ്റ് മിസ്സാവലുണ്ടോ എന്ന് പറഞ്ഞു. മിസ്സാവലോ എനിക്ക് തോന്നിയല്ല. സാധാരണ നോർമലല്ല, മറ്റേ ഫ്രോഗ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് മിസ്സാവല്ലേ. ആ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ അല്ലാതെ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഞാൻ കണ്ടിന്യൂ ഉപയോഗിക്കണേ ഫ്രോഗാണ്ടത് വാങ്ങിച്ചിട്ട്. അടിപൊളിയാണ്. നല്ല റിസൾട്ടുണ്ട്. കുഴപ്പമില്ല. നല്ല സൗണ്ടാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അതിനെ നമ്മുടെ മറന്നു വെച്ച കൊല്ലിയിലേക്ക് ഇട്ട് ഫ്രീ ആക്കാം. ഓക്കെ കൊല്ലി. ജംബ്രൂട്ടൻ ബ്രാലുകളായതുകൊണ്ട് നല്ല സൗണ്ട് പട്ടപ്പിക്കണേ. നിൻ്റെ സ്ഥലത്തേക്ക് ഞാൻ പോവാം. നിൻ്റെ സ്ഥലത്തേക്ക് നീ പോവും. അടിയാണ്ട ജിമ്മി വിടരുത്. അവർ കമ്മിയിട്ട് കിട്ടിയാന്നറിഞ്ഞില്ലല്ലോ. ഓ പൊളപ്പൻ പപ്പട സാമാനം ജിമ്മി ചെറിയാൻ. അങ്ങനെ ഒരുപാട് സമയങ്ങൾക്ക് ശേഷം ഒരു മീനിനെ വലിച്ചു കയറ്റുന്നു. മാറണ്ട, സ്ഥലം മാറണ്ട. സ്ഥലം മാറണ്ട. ഓവാ എൻ്റെ പൊന്നടാ, എന്ത് ബ്രാനടാ. കൊള്ള പോയി. ലൂസാക്കല്ലേ. കണ്ണുമുണ്ട് അതുപോലെ അതിൻ്റെ ഇതൊന്ന് കയറിയുണ്ട്.
ഓ ഈശോളി വരാൻ എന്ത് ബ്രാലാ നോക്കി ഇങ്ങോട്ട് നോക്കി നല്ല ചങ്കം വരാൽട്ടാ എന്ത് ബ്രാലാ നോക്കി നമുക്ക് ആദ്യം കിട്ടിയ സാധനമല്ല എനിക്ക് പിടിക്കാൻ പറ്റില്ല അതേപോലത്തെ ഒരു സാധനം തന്നെ കേട്ടോ ജിമ്മിക്ക് അപ്പോൾ വീണ്ടും ഒരു ബ്രാലിനെ കൂടെ അടിച്ചാൽ കേട്ടോ അവിടെ നമ്മുടെ ഏരിയ അങ്ങോട്ട് മാറിക്കൊടുത്തു എനിക്ക് കുറേ നേരമായിട്ട് മീനിനെ കിട്ടിയില്ല എന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര അറിഞ്ഞുകൊണ്ട് നടക്കണ്ടായിരുന്നു ഞാനെന്ത് ചെയ്തു നീ അവിടെ അറിയേ എനിക്കൊരു 5-6 അവിടെ നിന്ന് തന്നെ കിട്ടിയില്ലേ ഒറ്റ സ്ഥലത്ത് നിന്ന് തന്നെ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയതാ ഈ കളത്തിലൊന്നും മീനില്ലാന്ന് മനസ്സിലായി ആകെ ഉള്ളത് അത് ചാൽമേട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ബാണ് അവിടെ മാത്രമേ മീൻ അടിച്ചുള്ളൂ ഇനിയിപ്പോൾ ഇവിടുന്ന് വരമ്പ് അത് കവർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഈ കണ്ടത്തിൽ വെള്ളം ഒരുപാടുണ്ടെന്ന് ഓർത്തിട്ടാണ് നമ്മളങ്ങനെ നിന്നത് പക്ഷേ കുറച്ച് വെള്ളമുള്ളൂ നമ്മളപ്പോൾ കവർ ചെയ്ത് കണ്ടത്തിൽ കൂടെ നേരെ നടന്ന് ഇങ്ങനെ വരമ്പത്തേറി കഴിഞ്ഞപ്പോൾ ഒട്ടും വെള്ളമില്ല ഇത്രയും ക്ലിയർ ആയിട്ട് ഇറങ്ങുന്ന സ്ഥലത്താണ് നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് കാട്ടിൽ കൂടെ എവിടെയൊക്കെ കുഴി ഇതൊന്നും അറിയാൻ പാടാതെ വന്നത് അപ്പോൾ നല്ല സ്പോട്ട് കൂടെ വന്നപ്പോൾ നല്ല സ്പോട്ടിലേക്ക് നല്ല കറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റുമല്ലോ അതോടാ ഒരടി മീൻ്റെ പണ്ടാറടങ്ങാനായിട്ട് അതിൻ്റെ ഇടയിൽ അവിടെ മീൻ്റെ കേട്ടോ നല്ല വലിയൊരാളാട്ടോ കുഴപ്പമില്ലാന്നാണ് കണ്ടിട്ട് തോന്നുന്നത് നല്ല ബ്രാലാട്ടോ തെറ്റില്ല 2 ഉണ്ട് 2 അവിടെ അത് കാട്ടി ഓ അടിക്കല്ല മീഡിയം ആണോ ഇനി ഹെവി ആണോ എന്ന് അറിയാൻ പാടില്ല കേട്ടോ ഇതിൻ്റെ സാധനം ഉണ്ട് അപ്പം അടിച്ചോ അയ്യോടാ പോയി പുല്ല് ഇനിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലേക്കാണ് ഫോളോ ചെയ്ത് അല്ല അത് പോയത് അടിച്ചുകൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇനിയുണ്ട് ആ സ്പോട്ടിൽ നമുക്ക് പോലാ വിടില്ല ഞാൻ സോറി മോനെ ഞാൻ ഇത്ര ഇടങ്ങാനായിട്ട് പിടിച്ചിട്ട് നിന്നെ ഞാൻ എങ്ങനെ വിടാനാ പുല്ല് കണ്ട വായിൽ കയറിയിട്ട് വായി കയറിയിട്ട് ഈ ഹുക്ക് ലോഡ് വന്നിട്ട് പൊട്ടിപ്പോണയാ വയറിൻ്റെ അവിടെ വെച്ചിട്ട് ചെറിയ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിയിട്ട് അവൻ മിസ്സാവും അതാണ് ഇവൻ്റെ അമ്മമാരുടെ ലക്ക് അപ്പോൾ 1-2 ബ്രാലല്ല കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയേക്കണേ എനിക്കൊരു 7 ബ്രാലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനിക്ക് 2 എണ്ണം ഞാൻ പറഞ്ഞില്ല അവനിക്ക് 2 എണ്ണം അപ്പോൾ അങ്ങനെ 9 ബ്രാലിനായിട്ട് നമ്മൾ പിടിച്ചാണ് പുറമെ ഫ്രോഗ് അറിയണ പിള്ളേർ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ 10 അപ്പോൾ 10 ഉണ്ടാവും കേട്ടോ മിക്കവാറും അപ്പം നിസാര സ്ഥലത്തൊന്നും പിടിച്ചേക്കണം ബ്രാലിൻ്റെ പൊന്നോ കൂട്ടിയിട്ടേക്കനെയാ അപ്പോൾ നമുക്ക് ഞാൻ ശരിക്കും വ്യക്തമായിട്ട് കാട്ടിത്തരാം ഇത്രയും കേട്ടെ ആ പിള്ളേർക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കണം അവരുടെ ഏരിയയിൽ വന്നിട്ട് പിടിച്ചേക്കണേ അവർ ഇവിടെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് റോഡിൽ അപ്പോൾ അവർക്ക് ഏരിയ പറഞ്ഞു കൊടുക്കണം വരാണെങ്കിൽ വന്ന് അവരുടെ തന്നെ സ്ഥലമാണല്ലോ ഇത്ര മീനിനെ കാണാറോണം വന്ന് ചിലപ്പോൾ കാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നോക്കട്ടെ ഞാൻ ആശാനില്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ത് ഞാൻ മീനിനെ പിടിക്കല് മീനിനെ പിടിക്കാൻ നല്ല വലിയ വാങ്ങിച്ചേ ആക്ടിവിറ്റി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടാറുണ്ട് ആ സ്ഥലത്തുനിന്ന് നമുക്ക് റിസൾട്ട് കാണലുണ്ട് അല്ലറ ചില്ലറ അല്ല കേട്ടോ
അതിൻ്റെ കാല് നോക്കിയ ചെറിയ കാല് വലിയ ബ്രാല്, അങ്ങനെയാണ് നമ്മുടെ കണക്ക്. കിടക്കണ കിടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 9 1 2 3 4 5 6 7 8 9 9 അപ്പോൾ ഞാൻ 7 8 9 അല്ലേ? അതിനാണ് കണക്ക്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ വെയിറ്റ് ആൻഡ് സീ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ വെയിറ്റ് ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും വെയിറ്റ് ആൻഡ് സീ. അടിച്ചത് കണ്ടില്ല കേട്ടോ, അടിച്ചത് കണ്ടില്ല, സോറി. ഇവിടെ എന്തോരു മീൻ സഹിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാ അടിച്ചാൻ കേട്ടാ. 8ാമത്തെ ബ്രാല്. ഇത് ഈ ചാനലിന് വേണ്ടി, യൂട്യൂബ് ചാനലിന് വേണ്ടി ക്യാമറ ആയിട്ടാണ് പിടിക്കുന്നതിൻ്റെയൊക്കെ ക്യാമറ വീഡിയോ. എടാ ഒരു ബ്രാലിന് എടുത്തടാ. അപ്പോൾ നമ്മൾ ടെലസ്കോപ്പിക് റോഡൊക്കെ ആയിട്ട് നമ്മുടെ ഫിഷിംഗ് പോൾ, അപ്പോൾ ഫിഷിംഗ് റോഡും ഇതൊക്കെ ആയിട്ട് ടെലസ്കോപ്പിക്കിൻ്റെ റോഡൊക്കെ ആയിട്ട് എയറൊക്കെ ആയിട്ട് സിലോപ്പിനെയും ചെറിയ കറൂപ്പിനെ, കറൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തിനെ പിടിക്കാനായിരുന്നു നീ ചൂണ്ടിട്ടത്? കറൂപ്പിനെ വേറെ എന്തുകൂടെ പറയണേ? കരിപ്പിടിയോ കല്ലടാമുട്ടിയോ കരിപ്പിടിയോ അങ്ങനെ എന്താണ്ടൊക്കെ പറയണേ. പല സ്ഥലത്തും കല്ലൊട്ടിയോ അങ്ങനെ എന്താണ്ടൊക്കെ പറയണേക്കാ. ഞങ്ങൾ കറൂപ്പ് എന്ന് പറയാം. കറൂപ്പ് എന്ന് പറയാം അമൂറല്ലാട്ടാ, കൈത്തോട്ടി എന്നിട്ടാ. ചെറിയ എയറൊക്കെ കൊടുത്ത് നമ്മുടെ പേരെന്നെ സിദ്ധാർത്ഥ് പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കയറി വന്നു, ഒരു ബ്രാലിനെ കൊടുത്തന്നെ കേട്ടോ. ഹാപ്പി അല്ലേ? അപ്പോൾ അവനെ ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലും അടുത്ത നെക്സ്റ്റ് വീഡിയോയിലും നമുക്ക് പാക്കും വരെ വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, എന്തെങ്കിലും കാണാം. നമ്മൾ പായമ്പുലി കാട്ടിലേക്ക് പയ്യെ വീണ്ടും കയറാം കേട്ടോ. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളവും ചെറിയ ചാലും പുഴയുടെ ഒരു ഭാഗവും കയറി വരുന്ന സ്ഥലം ഇതിൻ്റെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ അനാക്കോണ്ടല്ല അത് ഒരുപാടുണ്ടോ? ഇതുണ്ടാ അല്ലേ? അത് പോയതാ അടിപ്പൻ. ഇതൂട്ടാ പോയത് അടിപ്പൻ മലമ്പാമ്പ് പോയങ്ങനെയാ കണ്ടാ. മലമ്പാമ്പ് ഇതുവരെ തോന്നണ്ടാ, എന്തോ സാധനം പോയേക്കണ്ടിരിക്കുക. ബൈക്ക് ഇവിടെയൊക്കെ ആരായിരിക്കും ബൈക്ക് കൊണ്ടുപോയത്? അതേപോലത്തെ അടിപൊളി സ്ഥലമാട്ടോ, ഡാർക്ക് മൂഡ്. ഇന്നിപ്പോൾ 9 മീൻ അടിച്ചേക്കണേയും ജിമ്മിക്ക് 2 മീൻ അടിച്ചേക്കണേയും കൂടി. മനസ്സ് ഞാനേ ഒരു ഫ്രോഗിനെ പറ്റി കഴിഞ്ഞ ഏതൊരു എപ്പിസോഡിൽ ഞാൻ ഒരു ഫ്രോഗിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. ലാർക്കിൻ്റെ ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫ്രോഗ് 9 ഗ്രാം. അപ്പോൾ ലോങ് കാസ്റ്റ് ചെയ്ത് വലിക്കാൻ നേരത്തെ ഈ സാധനം ആദ്യമൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡീപ്പായിട്ട് പോകണ്ടായിരുന്നില്ല, വലിക്കാൻ നേരത്തെ താഴ്ന്നൊന്നും പോകണ്ടായിരുന്നില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നായിരുന്നു. പിന്നെ ഇതെന്ത് പറ്റിയെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് ഇന്നിപ്പോൾ നമ്മൾ അത് കണ്ടെത്തിയാണ്ട് ഫ്രോഗിനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഡീപ്പായി അടിയിലേക്ക് ചെറുതായിട്ട് താഴ്ന്നു പോണതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, മീനൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ബെൻഡായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ ബെൻഡായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ സ്പിന്നറിൻ്റെ ഈ ഹുക്ക് ചെറിയൊരു ബെൻഡായിട്ടിരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ ആ സാധനം നിവർത്തി ലെവലാക്കി വെച്ചതിന് ശേഷം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം, ഇപ്പോൾ ലാസ്റ്റ് ടൈമിലാണ് നമ്മളത് ശ്രദ്ധിച്ചത്. കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അടിപൊളി നല്ല സൗണ്ടൊക്കെ കള നാദങ്ങളൊക്കെ കേൾപ്പിച്ചിട്ട് ഇങ്ങനെ വന്നാണാൻ നല്ല രസം. പിന്നെ മീനിനെ കിട്ടിയത് കണ്ടോ നിങ്ങൾക്ക്? നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കാത്തിരിക്കണോട്ടെ ഈ മീനിനെ കിട്ടിയത് കണ്ടുകൊണ്ട്. ഇതിനിപ്പോൾ തുറക്കാനോ പിടിക്കാനോ ഒന്നും നിൽക്കല്ല. അതിലൊരു കൊല്ലി കിടക്കണം, വേറൊരു കൊല്ലി കിടക്കണം കേട്ടോ. അത്യാവശ്യം വേണ്ട മീനുണ്ടിട്ടാ. എല്ലാം വലിയ ജമ്പൂട്ടന്മാരാണ് കേട്ടോ. നിലത്തിട്ട് കാണിക്കല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ലോങ്ങാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേനും ഇരുട്ടാവുകയും ചെയ്യും. പിന്നെ ഇരുട്ടായി തുടങ്ങി. ലാസ്റ്റ് റീലാണ് നമുക്ക് പ്രകാശം തന്നേക്കണം. എൻ്റെ സൂര്യൻ്റെ അവസാന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള
ശ്രമത്തിലാണ്. അപ്പോൾ അധികം നേരം വെയിറ്റ് ചെയ്യാനുള്ള ഞങ്ങൾ പോവാണ്. ടാറ്റാ, ബൈ ബൈ. നമ്മുടെ ലിപ്പർ ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യം ഒരു ബ്രാലടിച്ചിട്ട് മിസ്സായെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ കേട്ടോ ഒരു ചെറിയ ബ്രാലിനെ പിടിച്ച് തൂക്കിയിട്ടിട്ട് ശേ അയ്യോടാ ആ ബ്രാലിനെ കൊല്ലിയിലേക്ക് ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലിപ്പർ മറന്നു വെച്ചേക്കാം. നമുക്ക് എന്തായാലും പോകുമ്പോൾ എടുക്കണം കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, കിട്ടിയാൽ ലക്കി. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും ചിലപ്പോൾ ഇച്ചിരി ഡാർക്ക് ഇരുട്ടാവും. അപ്പോൾ ലിപ്പർ കിട്ടാൻ നിങ്ങളെ കാര്യം തരാം കേട്ടോ. എടാ ഇത് മലമ്പാമ്പ് പോയതാട്ടോ, വണ്ടി പോയതല്ല കേട്ടോ ജിമ്മി. ഈ അനാക്കൗണ്ട പോലത്തെ ടയറിൻ്റെ പാടല്ലാന്ന് അനാക്കൗണ്ട പോലത്തെ എന്തോ സാധനം പോയി. ഈ നോക്കി ടയറിൻ്റെ പാടാണ്. ഈ സൈഡിൽ ഇങ്ങനെ കുരു ഉണ്ടാവില്ല, അതില്ല എങ്ങനെ വളയെ പാമ്പൊളിഞ്ഞ് നിൽക്കുന്നുണ്ട പോയതിനാണ്. ഹൃദയമാം പൊയ്കയിൽ നീ ചിരി തൂകി നിൽക്കവേ ജീവൻ്റെ ജീവനായൻ മിഴിമൂളവേ അനുരാഗമധുരം പകരാൻ ഇനി എന്നു നീ വരും എന്നോമലേ നിറസ്നേഹമേ ഇണയായി വരൂ പ്രണയമുണരും വെണ്ണിലാവിൻ അഴകു തെളിയുന്നു നിറങ്ങളാടും നീലരാവിൻ